താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണേ. സങ്കീർത്തനക്കാരനായ ദാവീദ് വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെ തനിക്കൊപ്പമായിരിക്കുന്ന ജനത്തോട് പിതാവായ ദൈവത്തെ കരുണയുള്ളവനും കരുതുന്നവനുമായി വെളിപ്പെടുത്തുന്നു. 103-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യത്തിൽ തൻ്റെ മകനെ യാഗം കഴിക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം യാഗം കഴിക്കുവാൻ മോറിയ മല കയറുന്ന അബ്രഹാം മകൻ്റെ കരളലിയിപ്പിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ ശബ്ദമിടറാതെ, ഹൃദയം വേദനപ്പെട്ട് ഭാരപ്പെട്ട് നുറുങ്ങിപ്പോകാതെ അഭിമാനത്തോടും സന്തോഷത്തോടും മറുപടി നൽകുന്നു. ദൈവം കരുതിക്കൊള്ളും. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ വാക്യം. ഇങ്ങനെ ഭക്തന്മാർ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെയാണ് ദൈവിക കരുതലുകളെക്കുറിച്ച് പ്രസ്താവിക്കുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ദൈവിക കരുതലെന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷവുമില്ല, വലിയ അഭിമാനവുമില്ല. പിന്നെന്താ? പിറുപിറുപ്പും പരാതിയും മാത്രമാണ്. ഇതൊക്കെ കേൾക്കാൻ കൊള്ളാം. പലരും പറയുന്നുണ്ട് പലരുടെ ജീവിതത്തിലും ദൈവം കരുതിയ കരുതലുകളെക്കുറിച്ച്, ആ കരുതൽ അനുഭവിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരെ കുറിച്ച്, അവരുടെ സാക്ഷ്യങ്ങൾ. പക്ഷേ അപ്പോൾ അതേക്കുറിച്ച് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ചിന്തിക്കുവാനായി പോകുന്നത്. അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നാട്ടെ. എന്തുകൊണ്ട് ഭക്തന്മാർ അനുഭവിച്ച ദൈവിക കരുതൽ എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല? അപ്പോൾ ആ ദൈവിക കരുതലിൻ്റെ അടിസ്ഥാനം എന്താണ്? എങ്ങനെ എനിക്കും അത് അനുഭവിച്ച് എൻ്റെ ജീവിതം സന്തോഷകരമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയും? ഈ പകലിൽ ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇങ്ങനെ പറയുവാൻ എനിക്ക് കഴിയും. ആ കരുതൽ ചിലർ ഇന്ന് ഈ പകലിൽ അനുഭവിക്കുവാൻ പോവുക. താങ്ക് ഗോഡ്. അതൊരു പക്ഷേ ഒരു ജോലിയാകാം, വിവാഹബന്ധത്തിലേക്കുള്ള ഒരു കാൽവെപ്പുമാകാം, സൗഖ്യമാകാം, ആ ഉദരഫലം ഉള്ളിൽ ഉരുവാകുന്നതുമാകാം, ഒരു റിസൾട്ട് ഉണ്ടാകുന്നതോ, ഒരു പ്രശ്നത്തിന് പരിഹാരമില്ലാതെ കോടതിക്കകത്തും പുറത്തും അലയുന്ന ആ പ്രശ്നത്തിന് തന്നെ ഒരു പരിഹാരവുമാകാം. നിങ്ങൾ വളരെ നാളായി കാത്തിരിക്കുന്ന കാത്തിരിപ്പിന് പൂർത്തീകരണമുണ്ടാകുവാൻ ദൈവം ഇങ്ങനെ കരുതിയിരിക്കുന്ന കരുതൽ നിങ്ങൾ അനുഭവിക്കുവാൻ, അത് ഈ ദിവസമാകുവാൻ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ വചന സന്ദേശത്തോടൊപ്പം ആയിരുന്നാട്ടെ. അല്പസമയത്തെ വചന ധ്യാനത്തിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാനൊരു വാക്യം വായിക്കാം. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: എന്നാൽ ദേശത്ത് മഴ പെയ്യായകയാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. ഏതാണ് ദേശം? ശമരി എന്ന ദേശം. അവിടെ വലിയൊരു ക്ഷാമം ഉണ്ടായി. ആ ക്ഷാമത്തിന് മധ്യത്തിൽ ഭക്തനായ ഏലിയാവിന് വേണ്ടി ദൈവം ഒരു ഉറവെ തുറന്നു കൊടുത്തു. ഈ സമയം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് അത് വേഗത്തിൽ മനസ്സിലാക്കുവാനായി കഴിയും. കാരണം ശമരിയെ മൂടി മറച്ചിരുന്ന അതേ ക്ഷാമം നമ്മുടെ ദേശത്തെയും അല്ല, രാജ്യത്തെയും അല്ല, പിന്നെയോ ലോകത്തെ മുഴുവൻ മൂടിയിരിക്കുകയാണ്. ലോകം മുഴുവൻ അതുപോലൊരു ക്ഷാമത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുന്നു. ഉണ്ടായിരുന്നത് ഇല്ലാത്ത അവസ്ഥ, അതാണല്ലോ ക്ഷാമം. കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടാതെ ആകുന്ന അവസ്ഥ, അതും ക്ഷാമം തന്നെ. പലതിനുമുള്ള ദൗർലഭ്യം, അതും ക്ഷാമം തന്നെ. ആ ജോലി സ്ഥലത്ത് കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടുന്നുണ്ടോ? ജോലി ഉണ്ടോ? ഒത്തിരി പേരുടെ ജോലി നഷ്ടമാകുന്നു, ശമ്പളങ്ങൾ കുറവ് ചെയ്യപ്പെടുന്നു. അത് മുഖാന്തരം തന്നെ സന്തോഷമില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. തീർന്നില്ല, ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നു. പല പല രോഗങ്ങൾ അടിക്കടി കടന്നു വരുന്നു. എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ അടുത്ത രോഗം വരുന്നു, കീഴ്പ്പെടുത്തുന്നു. യുദ്ധമുഖത്തായിരിക്കുന്ന അനുഭവമാണ്. കാലാൾ വരുന്നു, കുതിരപ്പട്ടാളം വരുന്നു, ആനപ്പട്ടാളം വരുന്നു. അയ്യോ, പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത കഷ്ടം ലോകത്തിൽ മൂടിയിരിക്കുന്നു. ക്ഷാമം തന്നെയാണ് ശമര്യയിൽ അനുഭവപ്പെട്ടതിലും കഠിനമായ ക്ഷാമം. ആ ക്ഷാമത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടെയുണ്ട്. ആത്മീയത, ദൈവമായുള്ള ബന്ധം ജനത്തിന് നഷ്ടപ്പെട്ടു. ഇന്ന് ആ ക്ഷാമം ഏറ്റവും വലുതല്ലേ പ്രിയരെ? പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ. തിരക്ക് പിടിച്ച ജീവിതമായിരുന്നു, ഓടിക്കൊണ്ടേയിരുന്നു ഒരു റേസിൽ എന്ന പോലെ. ദൈവത്തെ മറന്നു, ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ലോകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആത്മീയ ജീവിതം തകർന്നുപോയി, ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. ക്ഷാമമാണ്. ഇതിലും വലിയ ക്ഷാമം എന്ത് വരാനാ? ഇവിടെയും ഭക്തനായി എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്. കാരണം എന്താ? ആ ക്ഷാമത്തിന് മധ്യത്തിലും ഭക്തനായ ഏലിയാവിന് വേണ്ടി ദൈവം ഒരു ഉറവ തുറന്നു. കാക്കയെ അയച്ച് ഭക്തന് ഭക്ഷണം നൽകി. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ദൈവദാസനെ, ഏലിയാവിനെ പോലൊരു ഭക്തൻ തോട്ടുവെള്ളം കുടിക്കേണ്ടി വന്നുവോ? കാക്ക കൊടുക്കുന്ന ആഹാരം ഇതെങ്ങനെ ശരിയാകും?
പ്രിയരെ, ആ ക്ഷാമകാലത്ത് അത് മതിയെന്ന് ദൈവം തീരുമാനിച്ചു. ആർക്ക്? ഭക്തന്. ഈ ചെറിയ വരുമാനം, ഈ ചെറിയ ജോലി ഇങ്ങനെ പോയാൽ ഈ ക്ഷാമകാലത്ത് ഒത്തിരി പേർ പട്ടുപോയിക്കൊണ്ടിരിക്കുന്ന, ഒത്തിരി പേർ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷാമകാലത്ത് ആ കയ്യിലുള്ളത് മതി, നീ ഒന്ന് പിടിച്ചു നിൽക്ക്. വിശാലത ദൈവം നിനക്ക് മുൻപിൽ കരുതിയിട്ടുണ്ട്. യേശുവിൻ നാമത്തിൽ. ഈ അല്പത്തെക്കുറിച്ചോർത്ത് ഭാരപ്പെടേണ്ട. വിശാലതയുടെ അനുഭവം നീ നിലനിൽക്കുമെങ്കിൽ നിനക്ക് മുൻപിലുണ്ട്. ആ ക്ഷാമത്തിൽ മേശ അല്ല ഏലിയാവിന് തോട്ടിനകത്ത് ദൈവം നൽകിയത്, നിലനിൽക്കുവാനുള്ള അല്പമാണ്. നിലനിൽക്കുമെങ്കിൽ മേശ വേറെ ഒന്ന് ദൈവം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും, ഏത് കഷ്ടതയുടെ മധ്യത്തിലും, ഏത് ഞെരുക്കത്തിൻ്റെ മധ്യത്തിലും ഭക്തന് വേണ്ടി ചിലത് ഒരുക്കിയിരിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിനൊപ്പമാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആയിരിക്കുന്നത്. നോക്കിയേ, നമുക്ക് മടങ്ങി വരാം. ഇവിടെ ക്ഷാമകാലത്ത് നിലനിൽക്കുവാൻ വേണ്ടി ദൈവം ഭക്തനായ ഏലിയാവിന് തുറന്നു കൊടുത്ത ഉറവ വറ്റി ആഹാരവുമായി വന്ന കാക്കയുടെ വരവ് നിലച്ചു. അയ്യോ, വലിയ വേദനപ്പെടുത്തുന്ന അവസ്ഥ അതല്ലേ? അല്പമായിരുന്നതെങ്കിലും ഉണ്ടായിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ അതുമില്ല. ജോലി നഷ്ടപ്പെടാൻ പോകുന്നു. ആ പകുതി ശമ്പളത്തിലും ഇനി നിൽക്കണ്ടെന്നാ പറയുന്നേ. ആ അല്പവും പോയി. അയ്യോ, ഒരു ടേണിംഗ് പോയിന്റാ. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ സ്വാഭാവികമായി ചിന്തിക്കും, ഇതിലെന്ത് ടേണിംഗ് പോയിന്റാന്ന്? കണ്ണുനീരും നിലവിളിയും നിരാശയും. അത് ഏറ്റവും കഠിനമായി മാറുന്നത് എപ്പോഴാ? നമ്മൾ നേടിയെടുത്തതല്ല, ദൈവം തന്നത് തീർന്നു പോകുമ്പോൾ. നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് അതിന്മേലുള്ള പ്രതീക്ഷ വലുതാണ്. അങ്ങനെയല്ലേ? നമ്മൾ ചെയ്യുന്നതൊക്കെ എവിടെ എത്തുമെന്ന് നമുക്കറിയാം. പക്ഷേ ദൈവം നമുക്ക് വേണ്ടി പലതും ചെയ്യുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി ചില വഴികൾ തുറന്നു തരുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചിലത് തരുമ്പോൾ, ചില സന്തോഷങ്ങളാകാം, കുടുംബജീവിതമാകാം, ജോലി, മക്കൾ, വിദ്യാഭ്യാസം, ബിസിനസ്, ഇങ്ങനെ പലതും ദൈവം നമുക്ക് തരുമ്പോൾ, നമ്മളായി നേടിയതല്ല, ദൈവം നമുക്ക് തരുമ്പോൾ, അത് പ്രാർത്ഥിക്കുന്നവർക്ക് അറിയാമല്ലോ. അങ്ങനെ ഉള്ളതിന് മേൽ നമുക്ക് അമിത പ്രതീക്ഷയായിരിക്കും. അതിനുമേൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ സഹിക്കുവാൻ കഴിയത്തില്ല. ദൈവം തന്നത്, ദൈവം തുറന്നു തന്നത് വറ്റിപ്പോകുന്നു. പിന്നെ ഇനി എന്താ പ്രതീക്ഷ? അല്ലേ? നമ്മുടെ അവസാനത്തെ പ്രതീക്ഷയാണ് ദൈവം. ആ ദൈവം തന്നതിന് തന്നെ ഒരു പ്രശ്നം കടന്നു വരുന്നു. ഭയപ്പെടാതെ, ഭാരപ്പെടാതെ. പിന്നെ അതെങ്ങനെ ടേണിംഗ് പോയിന്റായി മാറുന്നത്? ഇത് ഒരു അടയാളമാണ്. എന്തിനുള്ള അടയാളം? ദൈവിക കരുതലിനുള്ള അടയാളം. കയ്യിലുള്ളത്, ദൈവം തന്നത് വറ്റിപ്പോകുമ്പോൾ, അതിന് കുറവ് വരുമ്പോൾ, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തിരിച്ചറിയുക, നിങ്ങൾ ദൈവിക കരുതൽ അനുഭവിക്കുവാൻ പോകുന്നു. ഓ സ്തോത്രം! ആ അല്പം അധികമായി മാറുവാൻ പോകുന്നു. നിങ്ങളുടെ നിലനിൽപ്പിനായി ദൈവം തന്നത് നിങ്ങളുടെ സന്തോഷത്തിനായി മാറുവാൻ പോകുന്നു. ഓ യേശുവിൻ നാമത്തിൽ. ആ തോട്ടിനകത്ത് അവിടെ സന്തോഷമല്ല, നിലനിൽപ്പാണ്. എങ്ങനെയെങ്കിലും നിന്നേ പറ്റത്തുള്ളൂ. എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം ഒന്ന് പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ. തോട്ട് വെള്ളമാണ്, കാക്ക കൊണ്ടുവരുന്നതാണ്. അതിൻ്റെ കൊക്കിലിരിക്കുന്ന ആ എച്ചിലൊക്കെ ഓടുകൂടെ ഹൈജീനിക് ആണെന്ന് വേണമെങ്കിൽ ചിന്തിച്ചോ, വിഷമിക്കണ്ട. എങ്കിലും അതെ, ആ നിലനിൽപ്പ് സന്തോഷത്തിനും സമൃദ്ധിക്കും വഴിമാറുവാൻ പോകുക. അവിടെ കരുതലുണ്ട്. ദൈവം നിലനിർത്തുന്നു, ദൈവം കരുതുന്നു. ആ കരുതലിലേക്കുള്ള അടയാളമാണ് കാക്കയുടെ വരവ് നിലച്ചത്. എന്നെ കേൾക്കുന്ന സഹോദര, ആ ജോലി സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ കരുതലിനുള്ള സൈനാണ്. മുമ്പിൽ കരുതലുണ്ട്. നീ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നേടിയെടുക്കുവാനും എല്ലാം പ്രാപിക്കുവാനും ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം വരുത്തുവാനും കഴിയുന്നത് ആ ജോലി സ്ഥലത്ത്, നിന്റെ തൊഴിൽ മേഖലയിൽ ദൈവം കരുതിയിട്ടുണ്ട്. അതിനുള്ള സൈനാണ് ഈ കുറവ്. ഓ സ്തോത്രം! ഈ ഉറവ വറ്റുന്നത്, കാക്കയുടെ വരവ് നിലയ്ക്കുന്നത്, നീ അവിടെ തകർന്നു പോകുവാനല്ല, നിന്നെ നിലനിർത്തിയ സ്ഥാനത്തു നിന്ന് നീ സന്തോഷം എന്ന കരുതൽ അനുഭവിക്കുവാൻ വേണ്ടിയാ, സമൃദ്ധി എന്ന കരുതൽ അനുഭവിക്കുവാൻ വേണ്ടിയാ. നോക്കിയേ, 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാക്ക കൊണ്ടുവരുന്നതിനെ കുറിച്ചല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തോട്ടിലെ വെള്ളമല്ല പറയുന്നത്, കലത്തിലെ മാവും കലശത്തിലെ എണ്ണയും പ്രീഷ്യസ് ആയി മാറുക, ഒരു വിരുന്നായി മാറുക. ഓ താങ്ക് യു ലോർഡ്. അത് വിരുന്നായി മാറുന്നത് അതിനൊരു തീർവില്ല, അതിനൊരു അവസാനമില്ല. എടുക്കുന്നതിനനുസരിച്ച് അത് നിറയുക. നിലനിൽപ്പ് വിരുന്നായി മാറുക. ആമേൻ. ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിലനിൽക്കുവാൻ വേണ്ടിയുള്ളതാ. ഓ, തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരി, സഹോദര, ആ അല്പം ഇതുകൊണ്ട് എന്താവാനെന്ന് നീ ചിന്തിക്കുന്നേ? ഇങ്ങനെ മതിയോ? ഇതാണോ ഞാൻ പ്രതീക്ഷിച്ചത്? ഇങ്ങനെ ഒരു ഭർത്താവ്, ഇങ്ങനെ ഒരു ഭാര്യ, ഇങ്ങനെ വിദ്യാഭ്യാസം, ഇതൊക്കെയാണോ എനിക്ക് ലഭിക്കേണ്ടത്?
ഇതുകൊണ്ട് പറ്റുമോ? ഇതുകൊണ്ട് നിനക്കൊന്നിനും പറ്റത്തില്ല, അറിയാം. എനിക്കല്ല, ദൈവത്തിന്. പിന്നെയോ ഇതൊരു നിലനിൽപ്പാണ്. നീ ഇവിടെ നിലനിൽക്കണം. ലോകമെമ്പാടും മൂടി നിൽക്കുന്ന ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നീ നിലനിൽക്കണം. എന്തിനു വേണ്ടി? ദൈവം ഒരുക്കിയിട്ടുള്ള വിരുന്ന് ഭക്ഷിക്കുവാൻ, ആ ദൈവിക കരുതൽ സമൃദ്ധിയായി അനുഭവിക്കുവാൻ. ആ വിധവയുടെ ഭവനത്തിനകത്ത് ദൈവം ഏലിയാവിന് വേണ്ടി കരുതിയിരുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്. സഹോദരി, നിന്റെ കുടുംബജീവിതത്തിൽ നീ സ്വപ്നം കാണുന്നത് തീർന്നു പോകാത്തത്, വറ്റിപ്പോകാത്തത്, ഓ സ്തോത്രം, ആ വിരുന്നിൻ്റെ അനുഭവം. യെസ്, നിന്റെ കുടുംബജീവിതത്തിനകത്ത് ഒരു വിരുന്നിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ പോകുക, ഒരു സന്തോഷത്തിൻ്റെ അനുഭവം. പലപ്പോഴും നീ നോക്കിയിട്ട് കാണുവാനില്ലാത്ത ആ സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. വിരുന്ന് ഒരുപാട് പേർ കൂടി വരുന്ന ഒരു അനുഭവമാണ്. പിരിഞ്ഞു നിൽക്കുന്ന, അകന്നു നിൽക്കുന്ന പലരും കൂടി വരുന്ന അനുഭവമാണ് യേശുവിൻ നാമത്തിൽ. നിന്റെ കുടുംബജീവിതത്തിൽ അതുണ്ടാകുവാൻ പോകുക. അതിന് തക്കവണ്ണം ദൈവം കരുതിയിട്ടുണ്ട്. ഈ ഞെരുക്കം അതിനുള്ള സൈന. ആമേൻ. ഈ ഞെരുക്കം അതിനുള്ള സൈന. മാതാവേ, പിതാവേ, തലമുറകളുടെ ജീവിതത്തിൽ ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങൾ അവരനുഭവിക്കുവാൻ പോകുന്ന ദൈവിക കരുതലിന് മുന്നോടിയായിട്ടുള്ള സൈന. അവരാ വിശാലത അനുഭവിക്കുവാൻ പോകുക, അവരാ വിരുന്ന് അനുഭവിക്കുവാൻ പോകുക. തീരാത്തത് ചെറിയ ജോലി, ഇത്രയും പഠിപ്പിച്ചിട്ട് അയ്യോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ചെറിയ ജോലിയാണല്ലോ. ഒരമ്മ കരയുക, അയ്യോ ഈ ശമ്പളം കൊണ്ട് എന്താകാനാ, ഇതുകൊണ്ട് അവൻ എന്താകാനാ. ഇതവനെ നിലനിർത്തുന്നതാ. അവനായിരുന്ന സ്ഥാനത്തെങ്കിലും അവൻ പട്ടുപോയനെ. അവൻ പട്ടുപോകാതെ ദൈവം അവനെ നിലനിർത്തി അവന് വേണ്ടി കരുതുന്നത്, ഓ യെസ്, ഏറ്റവും വലുതവന് കരുതിയിട്ടുണ്ട്. അവിടെ ക്ഷാമം തീർക്കുന്ന, ക്ഷാമത്തെക്കുറിച്ച് ഓർക്കുവാൻ പോലും കഴിയാത്ത വിധത്തിലുള്ളത് ദൈവം കരുതിയിട്ടുണ്ട്. ആ ബിസിനസ്സിൽ ഇപ്പോൾ ഒന്ന് പിടിച്ചു നിൽക്ക്. കടക്കാരുടെ മുമ്പിൽ വിഷമിക്കേണ്ടെന്നേ, നിവർന്ന് നിൽക്കുവാനുള്ള അവസരം ദൈവം ഒരുക്കും. ഇന്ന് തലകുനിയുന്നതിനെ കുറിച്ച് ഓർത്ത്, ഇന്ന് ഫോൺ എടുക്കുവാൻ വിഷമിക്കുന്നതിനെ കുറിച്ച് ഓർത്ത് പേടിയായിപ്പോൾ ഫോൺ കോൾ വന്നാൽ. ഈ സീസൺ മാറും. കാത്തിരിക്കാൻ പോവുകയാ ഫോൺ വരുന്നതിനെക്കുറിച്ച്. എവിടെയൊക്കെ ബിസിനസ് നടക്കുന്നു, ആ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് അറിയുവാൻ. യെസ്, ഞാനല്ല പറയുന്നത്, വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ആമേൻ. ദൈവിക കരുതൽ. അപ്പോൾ ഇവിടെ അടുത്തൊരു പ്രശ്നം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കരുതൽ പലപ്പോഴും നമുക്ക് അനുഭവിക്കുവാൻ കഴിയാത്തത്? നമുക്ക് അനുഭവിക്കുവാൻ കഴിയാത്ത പെറുപെറുപ്പും പരാതിയുമാണല്ലോ. എന്തുകൊണ്ടാണ് അതിന് പറ്റാത്തത്? നോക്കിയേ, ഇവിടെ ആ തോട്ടിലെ വെള്ളം വറ്റുമ്പോൾ, കാക്കയുടെ വരവ് നിലയ്ക്കുമ്പോൾ ദൈവം ഏലിയാവിനോട് പറയുന്നൊരു വാക്കുണ്ട്. 17-ാം അധ്യായം തന്നെ 9-ാമത്തെ വാക്യത്തിൽ, നീ എഴുന്നേറ്റ് സെരാഫാത്തിലെ വിധവയുടെ ഭവനത്തിലേക്ക് ചെല്ലുക. നമ്മൾ ദൈവം തന്നതിൽ എന്തെങ്കിലും കുറവ് വന്നാൽ, നമ്മുടെ ജീവിതത്തിലുള്ളതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, നമ്മൾ അവിടെ അങ്ങ് സ്റ്റേ ചെയ്യും, അല്ലെങ്കിൽ പിന്മാറിപ്പോകും, പിറകിലോട്ട് പോകും. ഇനി ഈ ദൈവത്തെ നമ്പി അവനെക്കുറിച്ച് പറയുന്നവൻ്റെ വാക്കും കേട്ട് പോകത്തില്ല. അയ്യോ മതിയായി, ദൈവവും വേണ്ട, തിരികെ പോകും. ഏലിയാവിനും തിരികെ പോകാമായിരുന്നു, മറ്റ് ഏതെങ്കിലും ഒരു നാട് പിടിക്കാമായിരുന്നു, അല്ലെങ്കിൽ രാജാവുമായിട്ടൊരു കോംപ്രമൈസ് ഉണ്ടാക്കാമായിരുന്നു. പുള്ളി വലിയ പ്രവാചകനാണ്, രാജാവിൻ്റെ അവിടെയൊക്കെ പോയാൽ നല്ല സ്ഥാനം കിട്ടും. പക്ഷേ പുള്ളി മുൻപോട്ട് തന്നെയാണ്. മുൻപോട്ട് വെച്ച കാല് പിൻപോട്ടില്ല, എഴുന്നേറ്റു. ഈ പകൽ ചിലരോട് പറയുക, ആ ദൈവിക കരുതൽ അനുഭവിക്കുവാൻ എഴുന്നേൽക്കാൻ, ആ മടിയൊക്കെ വിട്ട് മുൻപോട്ട് പോകാൻ, ആ വിട്ടുകളഞ്ഞ പ്രാർത്ഥനയൊക്കെ പൊടുതട്ടിയെടുക്ക്, വചനധ്യാനത്തെയൊക്കെ പൊടുതട്ടിയെടുക്ക്, ഉപവാസത്തെയൊക്കെ വീണ്ടും ക്രമീകരിക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, മുൻപോട്ട് പോകുക. ദൈവം ഒരുക്കിയിട്ടുള്ള കരുതൽ നീ അനുഭവിക്കും. ആമേൻ. ഇതല്ല, ഇന്ന് നീ അനുഭവിക്കുന്നതല്ല ദൈവിക കരുതൽ. ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. നിന്റെ സ്വപ്നങ്ങൾ പൂവണിയുന്ന, നിന്റെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന ദേശത്തിന് മധ്യത്തിൽ നീ നിവർന്നു നിൽക്കുന്നത് ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഓ, സന്തോഷത്തോടെ ആ കരുതൽ അനുഭവിച്ചവനാണ് അഭിമാനത്തോടെ നിങ്ങളോടത് പറയുന്നത്. വേദപുസ്തകത്തിൽ മാത്രമല്ല, ഇന്നും ഭക്തന്മാർ ആ കരുതൽ അനുഭവിക്കുന്നുണ്ട്. എഴുന്നേൽക്ക്, മുൻപോട്ട് പോകും. നിങ്ങളും ആ കരുതൽ അനുഭവിക്കും, വറ്റിപ്പോകാത്തതും തീർന്നു പോകാത്തതും. താങ്ക് ഗോഡ്. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നു, തീർന്നു വരുന്നുവല്ലോ, ഇനി എത്ര നാൾ പിടിച്ചു നിൽക്കുവാൻ കഴിയും? അയ്യോ, ഈ ദൈവം എന്നെ പറ്റിച്ചോ, ദൈവത്തെക്കുറിച്ച് പറഞ്ഞവരെന്നെ പറ്റിച്ചോ, ഇങ്ങനെ പല പല ആകുല ചിന്തകളുമായി മടുത്ത് ഭാരപ്പെട്ട് തളർന്നായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ദൈവത്തെ നിങ്ങൾ അറിയേണ്ടതുപോലെ നിങ്ങളെ അറിയിക്കുവാനും, ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കേണ്ടത്
നിങ്ങളെ പ്രാപിക്കുമാറാക്കുവാനും കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും. എന്നാൽ കണ്ണടച്ചു. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവ് നല്ല ദൈവമേ, അനുഗ്രഹീതമായ നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലവിധ ഞെരുക്കങ്ങളാൽ ഭാരപ്പെട്ട് ആ ശമരിയയിൽ മൂടി നിന്ന അതേ ക്ഷാമത്തിൻ്റെ അനുഭവത്തിലായിരിക്കുന്ന ജനം, ക്ഷാമങ്ങൾക്ക് ഇന്ന് പകലിൽ പരിഹാരമുണ്ടാകട്ടെ. ക്ഷാമം മാറി ക്ഷേമം കടന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ. തൊഴിൽ മേഖലയിലെ ഞെരുക്കങ്ങൾ വിട്ടുമാറട്ടെ. പുതിയ ജോലികൾ, അങ്ങ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ പുതിയ ജോലികൾ ലഭിക്കട്ടെ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി മാറട്ടെ. തൊഴിൽ സംബന്ധമായി വെളിപ്പെട്ട് നിൽക്കുന്ന സകല പ്രതികൂലങ്ങളും നസ്രനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. ജോലിമേൽ വിശാലത ഉണ്ടാകട്ടെ. മത്സര പരീക്ഷകൾ എഴുതി ഉയർന്ന പോസ്റ്റിങ്ങുകൾക്കായി കാത്തിരിക്കുന്നവർക്ക് പോസ്റ്റിങ്ങുകൾ ഉണ്ടാകട്ടെ. ആ തടസ്സങ്ങൾ മാറട്ടെ. മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർക്ക് ചിറകുകൾ മുളയ്ക്കട്ടെ യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. തലമുറകളുടെ ഭാവികൾ അനുഗ്രഹമായി മാറട്ടെ. വിവാഹ ബന്ധങ്ങൾക്ക് മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. അവിടെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമാകട്ടെ. സന്തോഷവും സമാധാനവും അതിനകത്തുണ്ടാകട്ടെ. ഐക്യത ഉണ്ടാകട്ടെ. കേസും തർക്കങ്ങളും ഇന്ന് പകൽ പരിഹരിക്കപ്പെടട്ടെ. സ്നേഹത്തോടെ പറഞ്ഞു തീർക്കട്ടെ യേശുവിൻ നാമത്തിൽ. ദാരിദ്ര്യം മാറട്ടെ. എല്ലാവിധ ദാരിദ്ര്യവും മാറട്ടെ. കടങ്ങൾ മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. സമൃദ്ധി ഉണ്ടാകട്ടെ. പേഴ്സുകളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. അക്കൗണ്ടിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. കരങ്ങളിൽ നന്മ ഉണ്ടാകട്ടെ. ഒഴിഞ്ഞ പേഴ്സിനെ നോക്കി കരയുന്നവർ യേശുവിൻ നാമത്തിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. വർധന ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ആമേൻ. രോഗികൾ സൗഖ്യമാകട്ടെ. സ്തോത്രം. സൗഖ്യം വ്യാപരിക്കട്ടെ. ഭവനങ്ങളുടെ പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ, സ്വയം തൊഴിലുകൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹമായി മാറട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ വിഷയങ്ങളുടെ മധ്യത്തിൽ ഇന്ന് പകലിൽ ഇവർ ഭാരത്തോടെ ആയിരിക്കുന്നു, ആ വിഷയങ്ങൾക്കൊക്കെയും അങ്ങ് മറുപടി നൽകി ഇതുവരുടെ സാക്ഷ്യത്തിൻ്റെ ദിവസമാക്കി മാറ്റുന്ന കൃപയ്ക്കായി, അങ്ങയുടെ വലിയ കരുതൽ ഇവർ അനുഭവിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുമല്ലോ. അറിയിക്കണം. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം പിന്നെയും ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.